മോള് ശരിയായ സ്ഥലത്ത് തന്നെയാ വന്നിരിക്കുന്നത്. മോൾ ഇവിടെ വന്നത് അറിയാതെ സുകുമാരൻ മുതലാളിയും ദിവാകരൻ മുതലാളിയും കൂടി നാട് മുഴുവൻ മോളെ അന്വേഷിച്ച് അരിച്ചു പെറുക്കുന്നുണ്ടാവും. എന്നാ മോൾ ഇവിടെയുള്ള കാര്യം അവരെങ്ങനെ അറിയാനാ? അഥവാ അവരറിഞ്ഞാൽ തന്നെ ഇങ്ങോട്ട് വരാൻ പറ്റൂ? അവരിങ്ങെത്തും മുമ്പ് നമ്മുടെ ആള് വരില്ലേ? പറഞ്ഞു നാവെടുത്തില്ലതേ ആളിങ്ങെത്തി. വന്നട്ടെ. എനിക്കൊന്നും അറിയില്ല. മോളാണ് ഒറ്റയ്ക്ക് രാവിലെ തൊട്ട് നമ്മുടെ ഈ പാടത്ത് വന്നിരുന്നത് അങ്ങനെ കാണാൻ വേണ്ടി. വെയിലത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന കണ്ടിട്ട് ഞാനൊരു കൂട്ടിന് വന്നതാ. അല്ല, മോളുടെ ഭാഗത്ത് ന്യായമുണ്ട്. അത് സത്യോ? ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചിരിക്ക. നല്ല തീരുമാനം. ഇത്രയും വലിയ അന്യായോ? ഒളിച്ചോടുന്ന എത്ര റിസ്ക് ആണെന്നറിയോ? എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം, ഇല്ലെങ്കിൽ കൊടുങ്ങും. അതാ ഇതെടുത്തോണ്ട് വന്നത്. ഇവിടുന്ന് റൈറ്റ് 20 കിലോമീറ്റേഴ്സ് പോയാൽ കർണാടക, ഇവിടുന്ന് 600 കിലോമീറ്റേഴ്സ് പോയാൽ ആന്ധ്ര. എവിടെ പോവാന്ന് പറ. ഏയ്, ബോംബെ പോയാലോ? നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ്സ് എ വണ്ടർഫുൾ സിറ്റി. ശരി, അത് വേണ്ടെങ്കിൽ പോട്ടെ. ആഗ്രേ പോവാം. യമുന നദിക്കരയില് ദൂരെ താജ്മഹൽ കാണുന്ന തരത്തില് ബ്യൂട്ടിഫുൾ ആയ ഒരു വീട്. അവിടെ ഞാൻ, നീ, വേറെ ആരുമില്ല. നമ്മള് രണ്ടുപേരും മാത്രം സന്തോഷമായി ജീവിക്കാം. എന്ത് പറയുന്നു? എന്താ നീ ഒന്നും പറയാത്തെ? ശരി, ഇന്ത്യയിൽ വേണ്ടെങ്കിൽ ഫോറിനിൽ പോവാം. ഷിക്കാഗോയില് ഗണപതി അമ്പലം ഇപ്പൊ പണിതതാ, അവിടെ വെച്ച് കല്യാണം. എന്തു പറ്റി? ശരി, ന്യൂസിലാൻഡിൽ പോവാം. മൈഗ്രേഷൻ ഒക്കെ ഭയങ്കര എളുപ്പാ. എല്ലാ ഹീറോയിൻസും അവിടെ സോങ് എടുക്കാൻ വരുന്നത്. നമുക്കും ഡാൻസ് ചെയ്യാം, പാടാം. പാസ്പോർട്ടും കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. പണത്തിനെ പറ്റിയൊന്നും ആലോചിക്കേണ്ട, ഞാൻ ഏറ്റവും എല്ലാം. ഇതെന്റെ മുത്തശ്ശിയുടെ കാലത്തെ ആഭരണ. ഒരു ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ച പൈസക്ക് നോ പ്രോബ്ലം. എന്താ നീ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ശരി, നീ തന്നെ തീരുമാനിച്ചു പറ. നീ എവിടെ വിളിച്ചാലും ഞാൻ വരും. നരകത്തിലേക്കാണെങ്കിലും അവിടെ ഞാൻ സന്തോഷമായിട്ട് ജീവിക്കും. കാരണം അറിയോ, നീ ഉണ്ടാവില്ല എന്റെ കൂടെ. പറ, എങ്ങോട്ടാ പോകുന്നേ? ഇപ്പൊ കാണാൻ പോവല്ലേ? ഇത് ഞങ്ങളുടെ ഏരിയ അല്ലേ? എന്റെ വീട് ഇവിടെ അടുത്താ. ഇങ്ങോട്ട് എന്തിനാ വന്നേ? വിട്, വണ്ടി വിട്. എന്റെ അച്ഛൻ നിൽക്കുന്ന കണ്ടില്ലേ? ഇങ്ങോട്ട് എന്തിനാ ഇപ്പൊ വന്നേ? വേഗം വണ്ടി എടുക്കും, പോവാ. ഞാൻ അറിഞ്ഞില്ലോ. അയ്യോ, എന്താ ഇവൻ ഇങ്ങനെ പിടിച്ചു വലിക്കുന്നത്? ആവശ്യപ്പെട്ടതല്ലേ കൊണ്ടുവന്നു. മതിയല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ സംശയമില്ലല്ലോ അല്ലേ? എന്നോട് ദേഷ്യം തോന്നിയേക്കാം, വെറുപ്പുണ്ടാവും, അത് ന്യായമാ. എന്നാ സംശയിക്കത്തക്ക രീതിയിൽ ഞാൻ പെരുമാറില്ല. നീ വലിയ സത്യവാനെ പോലെ സംസാരിക്കാതെ. ഒന്നൂരത്തെ കൊച്ചു പെണ്ണെ കടത്തിക്കൊണ്ട് പോയിട്ട് ഇപ്പൊ എല്ലാരും അന്വേഷിച്ച് കണ്ടപ്പോ ഭയന്നിട്ടല്ലേ കൊണ്ടുവന്ന് വിട്ടത്? ഭയം? ഭയോ? എനിക്കറിയാത്ത വാക്കാ നിങ്ങൾ ഈ പറയുന്നത്. ആരോടും പറയാതെ ഇറങ്ങി പോയിട്ട് നിന്ന് പ്രസംഗിക്കുന്ന കണ്ടില്ലേ? അവളെ കുറ്റം പറയണ്ട, എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളാ. ഈ പ്രായത്തിൽ എല്ലാ പെൺപിള്ളേരും ഇങ്ങനെ തന്നെയാ. മറ്റുള്ള കാര്യങ്ങൾ എന്തു പറയുന്നു? മറ്റത് എന്തു പറയാനാ? പയ്യന് ഹോസ്പിറ്റലിൽ കെട്ടിക്കൊടുക്കാൻ സമ്മതിച്ചിരിക്കുന്നതല്ലേ. ബാക്കിയുള്ള ശ്രീധരത്തിന്റെ കാര്യം അവർക്കറിയാം. ഡോ, ഈ വീട്ടിൽ കയറി ഒന്ന് പെണ്ണ് ചോദിക്കാൻ നിലയും വിലയൊക്കെ വേണം. ഈ വീടിന്റെ ശത്രുവാണെന്ന് വിചാരിച്ചോ? കണ്ടവന്മാർക്കൊക്കെ കയറി ഒന്ന് ഭരിക്കാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അത് ശരി, എല്ലാം നിങ്ങൾക്കും അറിയാം, അവർക്കും അറിയാം. എന്നാൽ എനിക്കറിയുന്നൊരു ചെറിയ കാര്യം, ഇവിടെ എന്ത് വാങ്ങണമെങ്കിലും കാശ് കൊടുത്തേ വാങ്ങാൻ പറ്റും. മനസ്സിലായില്ലേ? ഒരു മകനുണ്ടെന്നുള്ള ധൈര്യം. സ്ത്രീധനം വാങ്ങിയിട്ട് പെണ്ണിനെ വാങ്ങാൻ, അല്ലേ?
സ്ത്രീ എന്ന് പറയുന്നത് 10 മാസം ചുമന്ന് പ്രസവിച്ച് ഈ ഭൂമിയെ പവിത്രമായി കാത്തു സൂക്ഷിക്കുന്ന ദൈവ മഹാശക്തിയ. ആ ലക്ഷ്മിയെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് വാരിക്കോരി കൊടുക്കുക വേണ്ടത്. കന്നുകാലികളാണെങ്കിൽ പ്രശ്നമില്ല, അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോളൂ. ഇതൊരു പെണ്ണിന്റെ ജീവിതം. കാശുണ്ടെന്ന അഹങ്കാരത്തിൽ അത് നശിപ്പിക്കരുത്. ഡേയ്, നിനക്കെന്താ അതിൽ കാര്യം? നീയാണ് അവളെ കെട്ടാൻ പോകുന്നത്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ പെണ്ണ് മതിയെന്ന് ഞാൻ വിചാരിച്ച വീട്ടിൽ കയറി വന്ന് ഇറക്കിക്കൊണ്ടുപോകും. ആരും ഒന്നും പോയല്ലാത്. ഏട്ടാ, ഇവൻ നമ്മുടെ വീട്ടിൽ കയറി വന്നിട്ടാ വെല്ലുവിളിച്ചിട്ട് പോയത്. ഇവനെ വെറുതെ വിട്ടാ ശരിയാവില്ല. ഇല്ലടാ, വിടില്ല. വെല്ലുവിളിച്ചിട്ട് പോയതാ. കാണിച്ചു കൊടുക്ക അവനെ. എടി പെണ്ണേ, എന്താ ഈ കാണിക്കുന്നേ? മുത്തശ്ശി, എന്താ ഇവിടെ ചെയ്യുന്നേ? നാട്ടിലേക്ക് പോവണ്ടേ? തമാശ കളിക്ക? എന്റെ ചക്കര മുത്തശ്ശി, എന്റെ പഞ്ചാര മുത്തശ്ശി, ഞാൻ പോയിട്ട് വരുമ്പോ എന്താ വേണ്ടെന്ന് പറഞ്ഞ വാങ്ങിക്കൊണ്ടു. എന്താടി നന്നായി കൊഞ്ചുന്നുണ്ടല്ലോ. എന്താ കാര്യമെന്ന് പറ. അതില്ലേ, ഞാൻ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒറ്റ തവണ അവനെ ഒന്ന് കണ്ടിട്ട് വന്നോട്ടെ. ഒറ്റ അടി. അഹങ്കാരി, പൊടി പോ. പല്ലടിച്ച് കൊഴിച്ച് താഴെയിടും ഞാൻ. കുറച്ച് സ്നേഹം കാണിച്ച തലേ കയറിയിരുന്ന നീ അങ്ങ് നിരങ്ങോ? ഓഹോ, അവനാണ് പോലും അവൻ. ഇനി കെട്ടാൻ പോന്നവനെ എന്റെ മുമ്പിൽ നിന്ന് അവനിവനെന്നൊക്കെ പറഞ്ഞ പല്ലടിച്ച് കൊഴിക്കും ഞാൻ. എന്റെ മുത്തശ്ശി എന്ന് പറഞ്ഞ മുത്തശ്ശിയോ? ഞാൻ വേഗം വരാം. അച്ഛനറിയാം. നീ പോ, നിന്റെ അച്ഛനെ ഞാൻ നോക്കിക്കോളാം. ബായ്. അരമണിക്കൂറിനകത്ത് വന്നേക്കണേ. ശരി ശരി, ബൈ ബായ്. എന്റെ ദൈവമേ, നല്ല പയ്യനാ. ഇവളുടെ ജീവിതം അങ്ങോട്ട് സന്തോഷകരമായിരിക്കും. മുരുകാ, ഞാൻ നിന്നെ മാത്രമേ വിളിക്കാറുള്ളൂ. എന്താ അമ്മേ? അവൾ എവിടെ പോയതാ? നാട്ടിൽ പോവല്ലേ, അതുകൊണ്ട് സർപ്പക്കാവി പോയി ഒരു വിളക്ക് വെച്ചിട്ട് വരാൻ ഞാൻ പറഞ്ഞു. അതിന് പോയതാ. അവൾ ഒറ്റയ്ക്കാ പോയതെന്ന് അവളുടെ അച്ഛനങ്ങാനും പറഞ്ഞ എനിക്കിട്ട തല്ല് കിട്ടുക. എടി പോടി മണ്ടി. നീ എന്താ നിന്റെ ഭർത്താവിനെ പോലെ എനിക്കും വിവരമില്ലെന്ന് വിചാരിച്ചോ? കൂടെ ഞാൻ ആ പാട്ടയും പറഞ്ഞയച്ചിട്ടുണ്ട്. അവൻ കൂട്ടിക്കൊണ്ട് വരും ഭദ്രമായിട്ട്. എന്തോ എനിക്കിതൊന്നും ശരിയായിട്ട് തോന്നുന്നില്ല. ഇവളെ പോലെ ഒരു തീയെ ഞാൻ എന്താ ഇവിടെ തനിച്ചു നിൽക്കുന്നത്? പുട്ടടിക്കാൻ പറ്റില്ല. അയ്യോ, എന്തിനാ ഒച്ച ഞാൻ ഉണ്ടാക്കുന്നത്? എന്ത് തെറ്റാ ചെയ്തത്? ഇനി 1/2 മണിക്കൂർ നേരത്തേക്ക് നിന്നെ ഈ ഭാഗത്ത് കണ്ടുപോകരുത്. എവിടെയെങ്കിലും പോയി ഒളിച്ചോ. ഒന്നും മനസ്സിലായില്ല. എടാ പാട്ടെ, അടിക്കാൻ മാത്രം എന്താ ഞാൻ പറഞ്ഞത്? പോടാ, പോടാ. അയ്യോ, എടി തങ്കമ്മേ, അങ്ങോട്ട് നോക്കി. നോക്ക്, മണി വരുന്നുണ്ട്. എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. നിനക്ക് അല്പം പോലും നാണമില്ലേ? ഉണ്ടായിരുന്നു നിന്നെ കാണുന്നവരെ. നീ എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങും. അത് പറയണം, നീ നല്ല വഴക്കാളിയാ. എല്ലാവർക്കും അറിയാം നിന്റെ ആ സ്വഭാവത്തെ പറ്റി. എന്നാ എനിക്ക് മാത്രം അറിയാം. നിന്നെ കണ്ടപ്പോ തന്നെ മനസ്സിലായി നീ നല്ല സ്നേഹമുള്ളവനാന്ന്. എന്നാ നിന്റെ ഫൈറ്റ് ഒട്ടും മോശമല്ല. ഞാൻ അറിഞ്ഞു. എന്റെ ചെറിയമ്മയ്ക്കാ കഷ്ടപ്പാട്. കുഴമ്പ് തേച്ച് തേച്ച് കൈ കഴിച്ചു. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? എന്തിനാ വന്നത്? നിന്നെ കാണാൻ വരുന്ന എന്തിനാ? സംസാരിക്കാൻ. ഇപ്പൊ അവന്റെ വായന കേക്കും. നീ നോക്കിക്കോ. 1 മാസം അടിച്ചു പൊളിക്കാൻ വന്നതാ. നടന്നില്ല. എന്ത്? എന്നെ ഇപ്പൊ തന്നെ ബോംബെക്ക് പറഞ്ഞു വിടുക. എന്താ കാരണം എന്നറിയോ? നമ്മുടെ മാറ്ററാ. വില്ലൻ അറിഞ്ഞു, പിടിച്ചു മാറ്റി. എന്റെ അച്ഛൻ തന്നെ, നിന്റെ അമ്മായി അച്ഛൻ. ഞാൻ ബോംബെക്ക് പോവാ. നീ വരുന്നില്ലേ? വളരെ ഉപകാരം. സന്തോഷമായിട്ട് പോ. വരണ്ട. ഒരുപാട് സന്തോഷിക്കല്ലേ. ബോംബെന്ന് കൊച്ചിയിലോട്ട് 1 അവറിനൊരു ഫ്ലൈറ്റാ. ഒരു ദിവസം 10 പ്രാവശ്യം പോയിട്ട് വരാം. അറിയാലോ? ബോംബെയിൽ താമസിച്ച് പഠിക്കാൻ പോവാ. എന്നാലും ഞാൻ നിന്നെ കാണാൻ വേണ്ടി അവിടുന്ന് എപ്പോഴും വരും. ഓക്കെ അല്ലേ? അത് മാത്രമല്ല, സെൽഫോൺ ഇന്റർനെറ്റ് എല്ലാം ഫിംഗർ ടിപ്പിലല്ലേ. എപ്പ വേണമെങ്കിലും സംസാരിക്കാം. അറിയാലോ? സംസാരിക്കേ. അതിന് വേറെ ആരെങ്കിലും കണ്ടുപിടിച്ചോ. അവനോട് സംസാരിക്കേ. പ്രാണനാഥ, എന്റെ ഉടൽ മാത്രമാണ് അങ്ങോട്ട് പോകുന്നത്. ജീവൻ നിന്നെ ഏൽപ്പിച്ചു പോകുന്നു. നിങ്ങൾ എന്നെ എങ്ങനെയൊക്കെ പിന്തിരിപ്പിച്ചാലും ഒരിക്കലും പിരിയാനാകാത്ത വണ്ണം നിന്നിൽ ആകൃഷ്ടയാണ് ഞാൻ. എന്നെ സ്വീകരിച്ചുകൊണ്ട് ശാപമോക്ഷം തരൂ സ്വാമി. എന്താണെന്ന്? അയ്യോ, കൊടുക്കടേ.
ഇന്നത്തെ തലമുറ ഇങ്ങനെയൊക്കെ കാണിച്ചെന്നിരിക്കും. അതിങ്ങനെ ഒളിച്ചു നോക്കി ചിരിക്കുക. ജോലി നോക്ക്. നന്നായിരുന്നു അത്. യു വാണ്ട് വൺ മോർ? അടി. ബൈ. വന്നു. അങ്ങനെ വിശ്വസല്ലേ ഞാൻ എന്റെ ഭർത്താവിനെ അയച്ചത്. കൈ വെട്ടിക്കളഞ്ഞ അങ്ങനെ എന്റെ ചേട്ടന്റെ കഴുത്തിലിട്ട് അവര് വെട്ടിയത്. ഇനി രക്ഷപ്പെടുന്നു തോന്നുന്നു. ഞങ്ങളിത് സഹിക്കുന്നത് വലിയ വടിവാള് കൊണ്ടല്ലേ വെട്ടിയത്. എങ്ങനെയാണ് ഈ ഒരു വാൾ കൊണ്ട് വെട്ടിയത്? ആ വാൾ നിന്റെ ഭർത്താവിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അത് വാങ്ങി വെട്ടുന്നവരെ വായി നോക്കിക്കൊണ്ടിരുന്നോ? എവിടുന്നാണ് അതിനൊക്കെ പിടിച്ചോണ്ട് വന്നത്? ഏയ് പോ 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 4 പേര് ചേർന്നിട്ട് ഒരുത്തനെ തൊടാൻ പറ്റിയില്ല. വന്നിരിക്കുന്നു. ആരെങ്കിലും ഇത് പുറത്തു പോയി പറഞ്ഞാൽ കൊന്നുകളായി ഞാൻ. പിന്നെ കൊല്ലേണ്ട സാധനങ്ങള് ചെന്ന് കാര്യസ്ഥനെ കണ്ട് ചെലവുള്ള പണം വാങ്ങിച്ചോ. ഓ നിന്റെ മോള് 4 പ്രാവശ്യം വിളിച്ചത്. ഒരു പ്രാവശ്യമെങ്കിലും വിളിച്ച് സുഖമായിട്ട് എത്തിയോന്ന് നീ ചോദിച്ചോ? ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നുണ്ടല്ലോ. അമ്മേ എനിക്കെല്ലാം അറിയാം. നമുക്ക് പിന്നെ സംസാരിക്കാം. എല്ലാം അറിയുന്നു. ഇവൻ വേറെ ശരീരം വളർത്താനേ അറിയാവൂ. മുരുകാ, ഒറ്റയ്ക്ക് പോയതാ എന്റെ പേരക്കുട്ടി. അവൾക്ക് തുണയായി ഇരുന്ന് നീ കാത്തു രക്ഷിക്കണേ ഭഗവാനെ. ഞാനുണ്ട് മോളെ, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എന്നാ നിന്റെ അച്ഛന്റെ തലച്ചോറി സാരമായ പരിക്കുണ്ടെന്നാ തോന്നുന്നേ. തമാശ പറയാതെ. പിന്നല്ലാതെ മോളെ, ഇങ്ങനത്തെ ഒരു പയ്യനെ കിട്ടി അവന്റെ കയ്യോ കാലോ പിടിച്ച് കല്യാണം നടത്തണ്ടേ? അല്ലാതെ ഇവൻ എന്താ കുറ്റമുള്ളത്? ഇദ്ദേഹം വന്നപ്പോ തൊട്ട് അച്ഛൻ അവിടെ ഉണ്ടായിരുന്ന പവർ കുറഞ്ഞു. എന്നാ പവർ? അവൻ അമേരിക്കൻ പ്രസിഡന്റ് ഒന്നും അല്ലല്ലോ. നാട്ടിൽ ആരെങ്കിലും ആയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അവന്റെ ചെയ്തി സഹിക്കാൻ വയ്യാനായിട്ടാ ഞാൻ ബോംബെ വന്ന് സെറ്റിൽ ആയത്. എല്ലാ കാര്യവും ഡീസന്റ് ആയിട്ട് ഡീൽ ചെയ്യണം. അത് തന്നെയാ എന്റെയും പേടി. അങ്കിൾ എപ്പോഴാ നാട്ടിൽ പോന്നേ? നിന്റെ പറച്ചിൽ കേട്ടിട്ട് ഓവർ സ്പീഡാന്ന് തോന്നുന്നല്ലോ. അങ്ങനെയൊന്നും ഇല്ല. മനസ്സിലായി. നമുക്ക് വേഗം പോകാന്നേ. പയ്യൻ നല്ല മിടുക്കനാ, നല്ല ലക്ഷണം ഒത്തവനാ. അയ്യോ എന്താണിത്? നോക്കണ്ടേ? സോറി സർ. അറിയാതെ പറ്റിപ്പോയതാ. ഇങ്ങ് തരൂ മാഡം, ഞാൻ തുളച്ചു തരാം. ജന, നമ്മുടെ ജന. ഏയ് ദീപക്, ഇങ്ങ് വന്നേ. ഇത് നോക്ക്, നമ്മുടെ ജന. പ്രകാശ് നോക്ക്, നമ്മുടെ ജനയാണ് ഇത്. കാലമല്ലേ? എവിടെ ആയിരിക്കും? നോക്കടാ. അല്ല മോളെ, ബോംബെ വരുന്നവരെ നീ മാത്രമേ ജനാന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഫോട്ടോ കാണുന്നവരെല്ലാം ജനാന്ന് പറയുന്നല്ലോ. അവൻ ഇതിനു മുമ്പ് വല്ല ഹിന്ദി പടത്തിലെ നായകനായി അഭിനയിച്ചായിരുന്നു. ചുമ്മാതിരിക്കാം അങ്കിൾ. എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് ഇദ്ദേഹത്തെ അറിയോ? എന്താ മാഡം പറയുന്നേ? ഈ നാട്ടിലെ കൊച്ചു കുഞ്ഞിന് പോലും അറിയാം. നമ്മുടെ ജനയുടെ ഫോട്ടോ ഇവരുടെ കയ്യിൽ എങ്ങനെ? എന്താ നിങ്ങളുടെ ജനയോ? ഇത് ഞങ്ങളുടെ ജനയാ. നിങ്ങൾ പറയുന്ന ആളൊക്കെ ശരിയായിരിക്കും, പേരും കറക്റ്റ് ആയിരിക്കും. എന്നാൽ ഇവൻ ഇതുവരെ ബോംബെയിലോട്ട് വന്നിട്ടേ ഇല്ല. ഇവൻ കോട്ടയത്തിനടുത്തുള്ള കാട്ടിലെ പീടിക എന്ന് പറഞ്ഞ ഗ്രാമത്തിലുള്ളവനാ. വാട്ട്സ് ഹാപ്പനിങ്? എന്താ എന്താ സർ, നമ്മുടെ ജനയുടെ ഫോട്ടോ. ജന എവിടെ നിന്ന് കിട്ടി ഈ ഫോട്ടോ? ഇവരുടെ അടുത്തുണ്ടായിരുന്നു സർ. എക്സ്ക്യൂസ് മീ, യെസ്, ഞാൻ ഈ ഹോട്ടലിന്റെ ഉടമസ്ഥനാ. ആയിക്കോട്ടെ. നിങ്ങള്? ആക്ച്വലി ഞാൻ ഇവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. എന്റെ സ്വദേശം കോട്ടയത്തിനടുത്തുള്ള കാട്ടിൽ പീടിക എന്ന് പറഞ്ഞ സ്ഥലമാണ്. സർ, ജന നിങ്ങളുടെ സ്വന്തക്കാരനാണോ? ഇനി ആ സ്വന്തക്കാരനാകാൻ പോകുന്നത്. ഇതെന്റെ ചേട്ടത്തിയുടെ മോളാ. ഇവിടെയാണ് അവൻ കെട്ടാൻ പോകുന്നത്. മാഡം, അയ്യോ എന്താ സർ ഇത്? ഇത്രയും പ്രായമുള്ള നിങ്ങള് എന്റെ കാലിൽ വീഴാന്ന് വെച്ചാ? പ്രായത്തിൽ എന്തിരിക്കുന്നു മോളെ, നമ്മൾ ദൈവവിശ്വാസികളാണല്ലോ. ആ ദൈവത്തെ സാക്ഷി നിർത്തി ഞാനൊരു സത്യം പറയാം. ഞാൻ, എൻ്റെ എംപ്ലോയീസ്, ഈ ഹോട്ടൽ എല്ലാം ജന എനിക്ക് തന്ന സൗഭാഗ്യമാണ്. അല്ല, ഞങ്ങളുടെ ജന ഈ ബോംബെയിലേക്ക് വന്നിട്ടേ ഇല്ല. ഇവിടെ വരാത്ത ഒരാള് ഇവിടെയുള്ള ഒരാൾക്ക് എങ്ങനെ സഹായം ചെയ്യാൻ പറ്റും? ജന ബോംബെയിൽ വന്നിട്ടില്ലെന്ന്. സർ, ബോംബെയിൽ ജനയ്ക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളുമില്ല, അദ്ദേഹത്തിന്റെ അടികൊള്ളാത്ത റൗഡികളുമില്ല. ജന എന്ന് പറയുന്നത് വെറും ഒരു പേരല്ല. 4 വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിൽ കഷ്ടത അനുഭവിച്ച ഒരു ഉരുവിട്ട മന്ത്രമാണ്. ആ ജനയെ നിങ്ങൾക്കറിയാൻ വഴിയില്ല. എന്താ ഷോക്കായോ? ഓഹോ,
നിങ്ങളുടെ വീട്ടിലേക്ക് മരുമകനായി വരാൻ പോകുന്നത് ഗുണ്ടാ നേതാവാണെന്ന് കരുതിയാണോ? ദേഷ്യമുള്ള മനസ്സിലെ സ്നേഹം ഉണ്ടാവൂ. ഇദ്ദേഹത്തിന് ഗുണം മാത്രമല്ല, നന്മ, സ്നേഹം, ബഹുമാനം ഇതെല്ലാം ഒത്തുചേർന്ന ഒരു നല്ല മനുഷ്യനാ ജന. ഇവിടെ ജന ചെയ്ത നല്ല കാര്യങ്ങളെപ്പറ്റി പറയാൻ തുടങ്ങിയാൽ ഒരുപാടുണ്ട്.